ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ പാർട്ട് 2 ഗുണ കേവിൽ എത്തിയത് വരെ കാണിച്ചുള്ളൂ അല്ലേ. അപ്പോൾ ഇതാ ഗുണ കേവിൻ്റെ ഓരോ കാഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. കണ്ടില്ലേ, ഭയങ്കര തിരക്കാണ് കേട്ടോ, ഒരു രക്ഷയില്ല തിരക്കൊക്കെ. നമ്മൾ നടക്കുകയാണെങ്കിലും നല്ല നോക്കി നടക്കണം കേട്ടോ. ഈ മരത്തിൻ്റെ വേരുകളും അങ്ങനെ ഒരുപാട് ഈ മണ്ണൊക്കെ അങ്ങനെ കുറച്ച് പാറയായതുകൊണ്ട് തന്നെ നമ്മൾ നല്ല ശ്രദ്ധിച്ചിട്ട് വേണം നടക്കാനായിട്ട്. സിനിമ കാണുന്നത് ഉണ്ടോ? ഈ വഴിക്കാണ് അവർ കയറിയത്. വേണ്ട, കമ്പി വേണ്ട, അവിടെ ഫുൾ കമ്പി ഇല്ലായിരുന്നു, മരമായതുകൊണ്ട് അതിൽ കൂടെ ചാടി കയറിയിട്ട് അങ്ങനെ അങ്ങോട്ട് ഇത് അതിൽ കൂടെ ഇറങ്ങി ഈ കൂടെ പോയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഈ കാണുന്നതാണ് ഗുണ കേവ് കേട്ടോ. നമ്മൾ ഗുണ സിനിമയിൽ കണ്ടതും മഞ്ഞുമൽ ബോയ്സിൽ കണ്ട അതേ കേവ് തന്നെയാണത്. അപ്പോൾ ഒരുപാട് പച്ചിലകളും മരങ്ങളും ചെടികളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്കൊന്ന് ഇറങ്ങി ചെല്ലണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്ത് ചെയ്യാനൊക്കെ, കമ്പി കെട്ടി വെച്ചില്ലേ. നടക്ക് എന്ത് പോയി? അപ്പം ശരിയാക്കി തരാം കേട്ടോ. ശരിയായി കണ്ണടക്ക് വീഴും, ചെയിനൊക്കെ ഇട്ടിട്ടില്ലേ. പിന്നെ ഇതുപോലെ ഗ്രില്ലിട്ടിട്ടും കുറേ ഗുഹകൾ പറഞ്ഞാൽ മീൻസ് വിടവകൾ ഇതുപോലെ ഉണ്ടായിരുന്നു. അതൊക്കെ അവർ ഗ്രില്ലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതും ശരിക്കും ഇതിൻ്റെ ഉള്ളൊരു താഴ്ച ഭയങ്കരമായിരുന്നു, കാണാൻ അറ്റം പോലും കാണാൻ പറ്റിയിരുന്നില്ല, അങ്ങനെ താഴ്ചയിൽ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു കയ്യിലാണ് വീഡിയോ എടുക്കുന്നത്, ഒരു കയ്യിൽ എൻ്റെ കുട്ടി ആയതുകൊണ്ട് ഞാൻ ഒരുപാട് അങ്ങോട്ട് പോയില്ല. എങ്ങാനും എൻ്റെ ഫോൺ സ്ലിപ്പായി പോയാലോ എന്നുള്ള പേടിച്ചിട്ട് ഞാൻ വേഗം തിരിച്ചു വന്നു കേട്ടോ. അപ്പോൾ അതുപോലെ കുറേ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുടെയും ഭയങ്കര ആൾക്കാരായിരുന്നു. അത് കണ്ടില്ലേ, ആ ഒരു സ്റ്റെപ്പ് കയറിയിട്ട് അവിടെ ഒരു വ്യൂ പോയിൻ്റാണ് കേട്ടോ. ഇതിൻ്റെ വ്യൂ പോയിൻ്റാണ് അവിടെ കണ്ടത്. ഈ കാണുന്നതാണ് പില്ലർ റോക്ക്, 3 പാറകളും നിൽക്കുന്ന സ്ഥലം. ഇവിടെയും ഒരു ചെറിയൊരു ഗുഹ പോലെ ഉണ്ട് കേട്ടോ. എവിടെ തിരിഞ്ഞാലും ഇതുപോലെ ഉണ്ട്. നമ്മൾ ഈ ഗുണ കേവിൽ പോകുമ്പോൾ നല്ല ശ്രദ്ധിച്ചിട്ട് തന്നെ പോകണം. ചിലപ്പോൾ ഒരുപാട് ഹൈറ്റിലൊക്കെ നമ്മളൊന്ന് കാണാൻ പറഞ്ഞിട്ട് പോവുമായിരിക്കാം. അപ്പോൾ അവിടെ ചിലപ്പോൾ ഈ ചെടികളുടെ അടിയിലേക്ക് ഇതുപോലെ ചെറിയൊരു വിടവുണ്ടെങ്കിൽ നമുക്ക് അറിയില്ല. നമ്മൾ കാല് വയ്ക്കുന്നത് നേരെ അതിൻ്റെ ഉള്ളിലോട്ടായിരിക്കാം. അതൊരുപാട് താഴ്ചയായിരിക്കും, പറയാൻ പറ്റാത്ത അത്ര താഴ്ചയുണ്ടാകും. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് വേണം പോകാനായിട്ട്. അങ്ങനെ ഞങ്ങൾ ആ മരത്തിൻ്റെ വേരിലിരുന്ന് കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ. അപ്പോൾ ഗുണ കേവിൻ്റെ വിശേഷങ്ങൾ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ കൊടൈക്കനാൽ ലേക്ക് കണ്ടു. അപ്പോൾ ബോട്ടിലൊന്നും ഇരുന്നില്ല, ആർക്കും താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ഫുഡും കഴിച്ചിട്ട് നേരെ റൂമിലോട്ട് വന്നു. ഒരു 7-7:30 ആകുമ്പോഴേക്കും റൂമിലെത്തി കേട്ടോ. 104. ഡ്രസ്സൊക്കെ ഞാൻ വെച്ചിട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാം കറങ്ങിയൊക്കെ ചുറ്റി വന്ന് ഇനി ഇത് അക്കാൻ്റെയും മച്ചാൻ്റെയും റൂമാണ്. ഞങ്ങളുടെ തൊട്ട് തന്നെയാണ് അവരുടെ റൂം. ഇനിയിപ്പോൾ സൗബക്കാൻ്റെ റൂം കാണാൻ പോകും. സൗബക്കയും ഉമ്മയും കുട്ടികളും ഈ റൂമിലാണ് കേട്ടോ. അപ്പോൾ അവരുടെ റൂം വന്നിട്ട് 102 ആണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് അവരെയൊക്കെ എന്താ ചെയ്യുന്നത് നോക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഉമ്മയൊക്കെ ഡ്രസ്സെല്ലാം മാറ്റിയിട്ടുണ്ട്. അടിപൊളി, അവർ നല്ല ഉറക്കമാണ് കേട്ടോ.
നല്ല തണുപ്പുണ്ട് സംഭവം, ഭയങ്കര തണുപ്പ്. നിലമൊക്കെ നമുക്ക് തണുത്തിട്ട് ചെരുപ്പൊക്കെ ഇട്ടിട്ടായിരുന്നു നടന്നത്. ഹലോ, ഹായ് ഗൈസ്, കൊടൈക്കനാൽ ഞങ്ങളുടെ സെക്കൻഡ് ഡേ ആണെന്ന്. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. നന്നായി ഉറങ്ങി കേട്ടോ, നല്ല റൂമായിരുന്നു, നന്നായി ഉറങ്ങി. അയ്യോ എൻ്റെ ഷോള് കാണിക്കല്ലോ. എന്നിട്ട് ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. ഇറങ്ങിയിട്ട് നമ്മൾ അങ്ങനെ മൂന്നാർ പോകാനാണ് പ്ലാൻ. ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് മൂന്നാർ പോകും. ഞാൻ എല്ലാവരും കാണിച്ചു തരാം കേട്ടോ. എല്ലാവരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കാണിച്ചു തരാം. ബേബി ദീ ആമിക്കുട്ടി, ഓ കുട്ടി കണ്ണില്ല ആവണ്ട, പോട്ടെ കണ്ണിലേക്ക് ആക്കണ്ട കേട്ടാ. ഹലോ ഗൈസ്, അപ്പൊ എല്ലാവരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു, അടിപൊളി. പിന്നെ നെക്സ്റ്റ് റൂമിൽ ഹലോ ഉമ്മാന്റെ പർദ്ദ അടിപൊളിയാണല്ലോ. ഇതാണ് പുതിയതെടുത്തത്. ഉമ്മ ടൂറിന് വേണ്ടി പുതിയ പർദ്ദയൊക്കെ എടുത്ത് സൂപ്പർ ആയിട്ടുണ്ട്, അടിപൊളി. സൗ നോക്കട്ടെ, അതിന് നോക്കട്ടെ, അതിന് പിന്നെ വീഡിയോയിൽ നിൽക്കില്ല. അങ്ങനെ റൂം വെക്കേറ്റ് ചെയ്തു, ലഗേജൊക്കെ വണ്ടിയിൽ കയറ്റി. അപ്പോൾ ഈ കൊടൈക്കനാലിൽ വിവേര ഹൈലാൻഡ്സ് റിസോർട്ട് നല്ല അടിപൊളിയാണ് കേട്ടോ. റൂംസും സർവീസ് ആണെങ്കിലും എല്ലാവരും നല്ല അടിപൊളിയായിരുന്നു. പിന്നെ 24 hours ഹോട്ട് വാട്ടർ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ തന്നെ റെസ്റ്റോറൻ്റ് ഉണ്ട്. ബൊഫയാണ് കേട്ടോ. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇവിടെ കഴിക്കാം, അല്ലെങ്കിൽ പുറത്ത് പോയിട്ട് നമുക്ക് വേറെ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കാം. അത് നമ്മുടെ ഇഷ്ടപ്രകാരം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നാലുകുട്ടിമാരെ നോക്ക്. ഇനി നമ്മൾ എന്ന് എങ്ങോട്ടാ പോണം? നമ്മള് മൂന്നാർ. എങ്ങോട്ടാണ്? കൊടൈക്കനാൽ. എങ്ങനെയുണ്ട്? അടിപൊളി. കൈ ഇങ്ങനെ ആക്ക്, ഓക്കെ കൊടുക്ക്. അടിപൊളി പറ. ഇഷ്ടായോ? ഇന്നലെ എങ്ങോട്ട് പോയി നമ്മൾ? കൊടൈക്കനാലിൽ എവിടെയൊക്കെ പോയി? ഗുണ കേവ് പോയാ? അവിടെ എന്ത് കണ്ടു ഗുണ കേവിൽ പോയിട്ട്? ഫോട്ടോ എടുത്താ? പിന്നെ ഗുണ കേവിൽ എന്താ കണ്ട്? എന്റെ കുട്ടി അതിന് കുറച്ച് വെള്ളം കുടിക്കുന്നു. അല്ലു കയറിയാ? അല്ലു എവിടെ? ആ ഓക്കെ. ചോര ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എടുത്തിട്ട് നല്ലൊരു വ്യൂ എടുക്കാം. വെള്ളച്ചാട്ടമാണ്. ആൾക്കാർ കുളിക്കണ്ട ഇല്ല. അങ്ങനെ ഞങ്ങൾ കൊടൈക്കനാൽ ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഇടയിൽ എവിടെയെങ്കിലും ഒരു ഹോട്ടൽ കണ്ടാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇറങ്ങി കേട്ടോ. വെറ്റിലക്കുണ്ട് എന്ന് പറഞ്ഞൊരു സ്ഥലമാണത്, അവിടെയാണ് ഈ ഹോട്ടലുള്ളത്. അപ്പോൾ ഇവിടെ റോസ്റ്റും ഓംപ്ലേറ്റും മാത്രമേ ഉള്ളൂ കേട്ടോ. വിളിച്ചോ ദീദി? ആശ ദീദി വിളിച്ചു, കുഴപ്പമില്ല. കുറച്ച് കപ്പട വിളിച്ചു. ആ മതി. പപ്പ അടിക്കൂട്ടാ വാങ്ങിച്ചിട്ട്. ഓംലേറ്റിന്റെ മുട്ടച്ചയ്ക്ക് അത് വരുന്നുണ്ട്.
എങ്ങനെയുണ്ട് ഓണിയൻ റോസ്റ്റ് എങ്ങനെയുണ്ട്